ഈജിപ്തിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് മധ്യസ്ഥ ചർച്ചയിൽ വെളുത്ത പുകയാണോ കറുത്ത പുകയാണോ ഉയരുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയെക്കുറിച്ച് ഈജിപ്തിൽ നടന്ന ആദ്യദിന ചർച്ച പോസിറ്റീവായിരുന്നുവെന്നാണ് മധ്യസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗാസയിൽ സമാധാനം പുലരുമെന്ന് തന്നെ അന്തർദേശീയ സമൂഹം വിലയിരുത്തുന്നു. അനുകൂലമായി സമാപിച്ച ആദ്യ ദിനത്തെ ചർച്ചയുടെ ബാക്കിയായി ഇന്നും ചർച്ച തുടരുകയാണ്. ഒരു മാസം മുൻപ് ദോഹയിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഖലീൽ അൽ ഹയ്യയും സംഘവും തന്നെയാണ് ഇക്കുറി ഇസ്രായേലുമായി ചർച്ചയ്ക്ക് ഈജിപ്തിൽ എത്തിയിട്ടുള്ളത് എന്നതും യാദൃച്ഛികമല്ല. ഹമാസിന്റെ കൃത്യമായ രാഷ്ട്രീയ പ്രഖ്യാപനമായി തന്നെ ഇതിനെ കാണണം. ബന്ദികളെ വിട്ടയക്കുന്നതിലും ഇസ്രായേൽ തടവിലാക്കിയ പലസ്തീനുകളെ മോചിപ്പിക്കുന്നതിലും അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് എത്താനാകും എന്ന് തന്നെ മധ്യസ്ഥർ കരുതുന്നുണ്ട്. തിങ്കളാഴ്ച നടന്ന ചർച്ചയിൽ ഭാവി ചർച്ചകളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു രൂപരേഖ സൃഷ്ടിക്കാനും സാധിച്ചുവെന്നാണ് വിലയിരുത്തൽ. ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ശ്രമങ്ങളെ തിരിച്ചടിക്കുന്നത് ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ബോംബാക്രമണമാണ് എന്ന് ഹമാസ് മധ്യസ്ഥരെ അറിയിച്ചു. ഈ ചർച്ചകൾ നടക്കുമ്പോൾ പോലും ഗാസയിൽ ആക്രമണം നടത്തി 10 പലസ്തീനികളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം. ഇസ്രായേലിന് ഈ സമാധാന ചർച്ചകളിലെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുന്നതാണ് ഇത്. ബന്ദിമോചനം, തടവുകാരെ വിട്ടയക്കൽ, ഗാസയിലെ വെടിനിർത്തൽ, അതോടൊപ്പം ഗാസയിലേക്ക് സഹായം എത്തിക്കൽ, ഇത്രയും കാര്യങ്ങളിലാണ് ആദ്യ ദിനം ചർച്ച നടന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ത് ചർച്ചകളെ അനുകൂലമായാണ് കാണുന്നത്. ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കുന്നത് വേഗത്തിലാക്കാൻ ട്രംപും സമ്മർദ്ദം ചെലുത്തുന്നതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ 20 ദിന പദ്ധതി അംഗീകരിപ്പിച്ച് ഗാസയിൽ പുതിയ ലോകം സൃഷ്ടിക്കാനാകുമെന്നും ട്രംപ് പ്രതീക്ഷിക്കുന്നുണ്ട്. ശുഭപര്യവസായിയായ ഒരു ഡീൽ സൃഷ്ടിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു അവസരമാണിതെന്ന് ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഹമാസ് പല കാര്യങ്ങളോടും അനുഭാവ നിലപാട് സ്വീകരിച്ചത് തന്നെ ശുഭപ്രതീക്ഷയാണ് എന്ന് ട്രംപ് പറയുന്നു. പക്ഷേ ഈ ചർച്ചകളെല്ലാം ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകുക എന്നത് സംബന്ധിച്ച് ട്രംപ് ഒരു സൂചന പോലും നൽകിയിട്ടില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ്. ഹമാസിനെ മധ്യസ്ഥ ടേബിളിൽ എത്തിച്ചതിലും നിലനിർത്തുന്നതിലും അറബ് ടർക്കിഷ് പിന്തുണയ്ക്കും അതോടൊപ്പം ചർച്ചകളുമായി സഹകരിക്കുന്നതിന് ഇസ്രയേലിനും ട്രംപ് നന്ദി അറിയിക്കുന്നുണ്ട്. അന്തർദേശീയ സമൂഹവും ഈജിപ്തിലെ സമാധാന ചർച്ചകളിൽ അനുകൂലമായ പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ട്. ഗാസയിലെ യുദ്ധത്തിന്റെ 2ാം വാർഷികത്തെ അനുസ്മരിച്ച് നടത്തിയ പ്രസ്താവനയിൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അമേരിക്കയുടെ ഇടപെടലുകളെ അഭിനന്ദിക്കുകയും ചെയ്തു. അത്യന്തം വേദനാജനകമായ ഈ അധ്യായം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ ഇടപെടൽ പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ട്രംപിന്റെ പദ്ധതിക്ക് തന്റെ പിന്തുണ അറിയിച്ചു. മധ്യേഷ്യയിൽ സമാധാനം സ്ഥാപിക്കാൻ US നടത്തുന്ന ഇടപെടലുകൾ അഭിനന്ദനീയമാണ് എന്നും അതിന് പിന്തുണയായി തന്റെ സർക്കാരിന് ചെയ്യാനാകുന്നതെല്ലാം ചെയ്യുമെന്നും സ്റ്റാർമർ വ്യക്തമാക്കി. അതേസമയം ബന്ദിമോചനം മാത്രമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്നും ട്രംപിന്റെ പദ്ധതിയിലെ മറ്റു കാര്യങ്ങൾക്ക് ഹമാസിന് അല്പം കൂടി സാവകാശം അനുവദിക്കുമെന്നും ഇസ്രായേലി ഉദ്യോഗസ്ഥനും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയെ ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ മാസം ഖത്തറിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയത്. അന്ന് കൊല്ലപ്പെട്ട 6 പേരിൽ ഒരാൾ അൽ ഹയ്യയുടെ മകനാണ്. അതേ അൽ ഹയ്യ തന്നെയാണ് ഇന്നത്തെ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതും. ആക്രമണം നടന്നതിന് ശേഷം ആദ്യമായി ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഖലീൽ അൽ ഹയ്യ വികാരാധീനനായിരുന്നു. തന്റെ മകന്റെ മരണം ഉൾപ്പെടെ സംഭവിച്ച വ്യക്തിപരമായ നഷ്ടങ്ങളും ഗാസയിൽ മരിച്ചവരുടെ വേദനയും തനിക്ക് ഒരുപോലെയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വൈകാരികമായ വാക്കുകൾ. മകനുൾപ്പെടെ ഗാസയിൽ ചിന്തിയ ചോര ജെറുസലേമിലേക്കുള്ള വിജയത്തിന്റെ പാതയാകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഡൊണാൾഡ് ട്രംപ് ആവിഷ്കരിച്ച 20 ദിന ഗാസ സമാധാന പദ്ധതിയിൽ ബന്ദിമോചനമടക്കമുള്ള വിഷയങ്ങളിൽ ഹമാസ് ഉപാധികളോടെ സമ്മതം അറിയിച്ചിട്ടുണ്ട് എങ്കിലും മറ്റു പല നിർദ്ദേശങ്ങളിലും ഹമാസിന് എതിർപ്പുണ്ട്. ഇത്തരം തർക്ക വിഷയങ്ങൾക്കും ചർച്ച നടത്തി അന്തിമ രൂപം നൽകിയ ശേഷമായിരിക്കും സമാധാന പദ്ധതി അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ ഹമാസ് അന്തിമ നിലപാട് പ്രഖ്യാപിക്കുക. ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിക്കാമെന്ന് സമ്മതിക്കുകയും ഭരണം കൈമാറാമെന്ന് അർദ്ധസമ്മതം മൂളുകയും ചെയ്ത ഹമാസ് പക്ഷേ നിരായുധീകരണം എന്ന ആവശ്യത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആയുധം ഉപേക്ഷിക്കാതെ ഇസ്രായേൽ സേന പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിന്മാറുമോ എന്ന കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടുമില്ല. ഘട്ടം ഘട്ടമായുള്ള ഇസ്രായേൽ സൈനിക പിന്മാറ്റത്തിന് പകരം സമ്പൂർണ്ണ സൈനിക പിന്മാറ്റമാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. ട്രംപ് നിർദ്ദേശിച്ച രാഷ്ട്രീയ ചായ്വ് ഇല്ലാത്ത ഇടക്കാല സർക്കാരിലും ഹമാസിന് താൽപര്യമോ വിശ്വാസമോ ഇല്ല. പകരം പലസ്തീൻകാരുടെ ദേശീയ താൽപര്യത്തിനും
അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണയ്ക്കും അനുസൃതമായ ഇടക്കാല സർക്കാരിന് ഭരണം കൈമാറണമെന്നാണ് ഹമാസിന്റെ നിർദ്ദേശം. ട്രംപ് അധ്യക്ഷനായ അന്താരാഷ്ട്ര സമിതി ഭരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ബാഹ്യസമ്മർദ്ദത്തിനും നിയന്ത്രണങ്ങൾക്കും വഴിവെക്കുമെന്ന് ഹമാസ് വിലയിരുത്തുന്നു. ഇത്തരം തർക്ക വിഷയങ്ങളിൽ കൂടുതൽ തുടർ ചർച്ചകൾ വേണമെന്നും ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുമാണ് ഹമാസിന്റെ നിലപാട്. ഇതിനോട് അമേരിക്കയോ ഇസ്രയേലോ എങ്ങനെ പ്രതികരിക്കുമെന്നും അറിവില്ല. അതേസമയം ഈ നൂറ്റാണ്ടിലും ഇക്കഴിഞ്ഞ നൂറ്റാണ്ടുകളിലും ലോകം കണ്ട ഏറ്റവും ക്രൂരമായ മനുഷ്യ വംശഹത്യ ഗാസയിൽ ആരംഭിച്ചിട്ട് 2 ആണ്ട് തികഞ്ഞിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 ആരംഭിച്ച കൂട്ടുകുരുതി ഇതുവരെ 67,000 ജീവനുകൾ എടുത്തിട്ടുണ്ട്. സമാധാന ചർച്ചകൾ നടക്കുന്ന ഈ അവസരത്തിലും ഇസ്രായേൽ ആക്രമണം നിർത്തിയിട്ടില്ല. ബന്ദിമോചനം സാധ്യമാകണമെങ്കിൽ ഇസ്രായേലിനോട് ആക്രമണം അവസാനിപ്പിക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ വഴങ്ങിയില്ല എന്നതിന്റെ തെളിവാണ് ഇത്. 24 മണിക്കൂറിനിടെ 70-ലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്.